ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിനെതിരെ സക്രിയാസ് മാർ അപ്രേം മെത്രാപ്പൊലീത്ത സഭയിലെ സമാധാനത്തിന് വേണ്ടി നേതൃത്വം ശ്രമിക്കുന്നില്ലെന്ന വിമർശനം. പള്ളി പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് നേതൃത്വം തയ്യാറാവുന്നതെന്നും തന്റെ ഭദ്രാസനത്തിൽ ഉൾപ്പെട്ട യാക്കോബായ പള്ളികൾ പിടിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ജി ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, സഭയ്ക്കെതിരെ മെത്രാപ്പൊലീത്ത സംസാരിക്കുന്നു, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വിമർശനം? തീർച്ചയായും സഭയിൽ സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഓർത്തഡോക്സ് സഭയിൽ സംഭവിച്ചിരിക്കുന്നത്. അടൂർ കടമ്പനാട് ഭദ്രാസനാധിപനാണ് ഈ സക്കറിയാസ് മാർ അപ്രേം മെത്രാപ്പൊലീത്ത. അദ്ദേഹം ഇത് ഓൺലൈൻ വഴി പോകുന്ന പ്രസംഗമാണെന്ന് അറിയാം, അതുകൊണ്ട് തന്നെ ഇത് വിവാദമാകും, തനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബോധപൂർവം ഇത്തരം കാര്യങ്ങൾ ഇനി എല്ലായിടത്തും പറയുമെന്ന് തുടർന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് യേശുവിന്റെ സുവിശേഷം മറന്നുകൊണ്ടാണ് പ്രവർത്തനം സഭയുടെ എന്നതടക്കം ചൂണ്ടിക്കാട്ടാണ്. അതായത് ഒരു കരണം കാണിച്ചാൽ മറ്റൊരു കരണം കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്ന നിലയിൽ നിന്ന് ഈ പള്ളി പിടിച്ചെടുക്കുന്ന നിലയിലേക്ക് ഈ സഭ മാറുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെയൊക്കെ ഒരു വഴി മാറുകയാണ്. യേശു ആണ് പലപ്പോഴും മധ്യസ്ഥനായി നിൽക്കാറില്ല, പക്ഷെ ഇപ്പോൾ വക്കീലന്മാർ അങ്ങനെ നിൽക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം യാക്കോബായ സഭ അനുയായികൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഓർത്തഡോക്സ് സഭയും വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. ഈ മാസം ഇദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഈ മാസം 23-ന് സഭാ നേതൃത്വം ഇക്കാര്യങ്ങൾ പ്രത്യേകം പരിശോധിക്കാൻ യോഗവും ചേരുന്നുണ്ട്. ജി ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.